ടയറുണ്ട്, സൈഡിലൊക്കെ ബിൽഡിങ്ങുണ്ട്. ഇത് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇപ്പം നമ്മൾ മെട്രോയിൽ നിന്ന് കയറി ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പൈസ മിക്കവാറും ചെറിയ എമൗണ്ടേ കട്ടാകത്തുള്ളൂ. ചില ബസ്സിലൊന്നും നമ്മൾ മാറി മെട്രോയിലോട്ടൊക്കെ വരാൻ ചിലപ്പോൾ 2 ദിറമൊക്കെ പോകാറുള്ളൂ. അങ്ങനെയൊക്കെയാണ്. സീറ്റുണ്ടായിരുന്നു, ഞാൻ ഇരുന്നില്ല കേട്ടോ. അതൊക്കെ പോഷ് ഏരിയകളാണ്. അതൊക്കെ ജുമേറ, ബീച്ച് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചെറിയൊരു പുഴ പോലെ നമുക്ക് കാണാം. ബീച്ചാണ്, ബീച്ചിൻ്റെ സൈഡാണ്. അത് ചെറിയ ഗേറ്റ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കോവളം പോലെയൊക്കെയാണ്. എന്നുവെച്ചാൽ കോവളത്ത് കുറേ എന്താണ് ബീച്ചുകളും കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് റിസോർട്ടാണ്, നല്ല ലക്ഷറി ആയിട്ടുള്ളത്. സൈഡും കുറേ സീസണൊക്കെ ഇല്ലേ, അപ്പോൾ അതിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല എന്താണ് ഇതിലൊക്കെ നടന്നു പോകാനും ഒക്കെ നല്ല രസമാണ്. ചൂടായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആൾക്കാരൊക്കെ ഒത്തിരി പേര് ഈവനിങ് ടൈമിലൊക്കെ ഇറങ്ങും. വിസിറ്റിങ്ങിലൊക്കെ വരുന്നത്, ഇപ്പം വിസിറ്റിങ്ങിലൊക്കെ വരുന്ന കുറവായിരിക്കും മിക്കവാറും. കറങ്ങാൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതെല്ലാം ഈ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വരുന്നത്. ാണ് ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി കേട്ടോ, സ്റ്റേഷനിലെത്തി. എനിക്ക് ഇനി പഞ്ച് ഔട്ട് ചെയ്യണം. പഞ്ച് ഔട്ട് ചെയ്യണം. 5 ദിറം കട്ടായി കേട്ടോ. ഇവിടെയാണ് നമുക്ക് മെഷീൻ റീചാർജ് ചെയ്യേണ്ടത്. കാർഡ് ഇങ്ങനെ വയ്ക്കുക, അത് ഇവിടുത്തെ ഇതാണ്. പിന്നെ നമുക്ക് ഇവിടെ അവർ പറയും, ഇതിൽ നമുക്ക് ടച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് നോൾ കാർട്ട് ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഇത് ഓൾറെഡി ചാർജ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. വെളിയിലോട്ട് ഇറങ്ങണം. ഇതാണ് റെയിൽവേ പാളം കേട്ടോ, കാണാൻ പോകുന്നതാണ്. എനിക്ക് ലൊക്കേഷൻ ഇട്ട് വേണം പോകാൻ വേണ്ടി. ഇവിടെ നിന്ന് ലൊക്കേഷൻ ഇടേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഞാൻ പോയിട്ടുള്ളതാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് മെട്രോ സ്റ്റേഷൻ, ട്രാം മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നില്ല. ഒത്തിരി ബിൽഡിംഗ് ഉണ്ട്, ഇത് കുറേ നടക്കാനുണ്ട്. രാസൻ്റെ ഫാർമസി ഉണ്ട്. ചൂട് ഉണ്ട് കേട്ടോ, നല്ല ചൂടാണ്, ഹ്യൂമിഡിറ്റിയാണ്. പിന്നെ നമ്മൾ സ്ഥിരം ഇടയ്ക്കൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല. ഇതൊരു മെഡിക്കൽ സെൻ്ററാണ് കേട്ടോ. ഏതാണ് മെഡ് കെയർ ആണ്, മെഡ് കെയർ മെഡിക്കൽ സെൻ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ ഹോസ്പിറ്റലും എല്ലാം ഉണ്ട് കേട്ടോ. ലക്ഷറി ഏരിയയാണ്, ഉണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം. ഫ്ലാറ്റ് എല്ലാം ഭയങ്കര റെൻ്റ് ആയിരിക്കും. മിക്കവാറ് റിസോർട്ട് പോലെയാണ്. അതായത് കൂടുതലും എന്താണ് വിദേശികളോ ആയിട്ടുള്ള യൂറോപ്യൻസൊക്കെയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഒത്തിരി ആൾക്കാർ തന്നെ ടൂറിസ്റ്റുകളായിരിക്കും. പിന്നെ ബിസിനസ് ആവശ്യത്തിന് വരുന്ന ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഈ ഏരിയയിലാണ് ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ആണ്.
അവിടെ തന്നെ ഒത്തിരി സെക്യൂരിറ്റിയും അവിടെ അതിലെല്ലാം കുറേ ജോലിക്കാരുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെയാണ് ജോലി നമുക്ക് കിട്ടുന്നത്. കണ്ടോ, പടിയേറി പോകണം. ഇതൊരു വലിയൊരു ബിൽഡിങ്ങാണ്, ഏതെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ വലിയൊരു ബിൽഡിങ്, ബിസിനസ് ബിൽഡിങ്, ഓഫീസ് എല്ലാം കാണും. അങ്ങനത്തെ ഇതാണ് കണ്ടത്. പിന്നെ അവിടെ നിന്നാണ് വന്നത്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഗാർഡനിങ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാൻ സ്ഥലമുണ്ട് ഇവിടെ. ഇതൊക്കെ ഇരിക്കാൻ പറ്റുന്നത് ഞാൻ പറയും ഈവനിങ് ടൈമിൽ തണുപ്പുള്ള. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇത്തിരി വീഡിയോ ലെങ്തായി പോവും. സ്ഥലമൊക്കെ കാണണമെങ്കിൽ നമുക്ക് എടുത്തിടാൻ പറ്റും. സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് എടുക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് ഞാൻ സമയത്ത് എടുക്കാത്തത്. ഇപ്പോഴും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സിഗ്നൽ വന്നിട്ട് തന്നെ പോകണം. അതൊരു സ്പീഡിലായിരിക്കും ഇവിടെയൊക്കെ വരുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് ഇതുണ്ട്, ഇത് പ്രസ് ചെയ്യണം. കണ്ട, പുഷ് ബട്ടൺ ആൻഡ് വെയിറ്റ് ഫോർ സിഗ്നൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മളത് റെഡായി പച്ചയായി. എനിക്ക് ഇവിടെ നിന്ന് അവിടെ പോയി നിൽക്കാം. അവിടെ നിന്ന് ഒരു ബിൽഡിങ് കണക്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് വീണ്ടും ഇതിനകത്ത് കൂടെ വേറൊരു സ്ഥലത്ത് പോകാൻ വേറൊരു ട്രെയിനും കൂടെ ഉണ്ട് കേട്ടോ. മോണോ ട്രെയിൻ എന്നാണ് പറയുന്നത്. അത് ഇവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അതും ഈ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിയ റിസോർട്ടുകളൊക്കെ ഈ കണക്ട് ചെയ്ത് നമ്മളെന്താണ് ഈ കായൽ പോലുള്ള സ്ഥലങ്ങളില്ലേ, ഇതിനെ എന്താ പറയുക, ഈ സമുദ്രത്തിൻ്റെ അത് കയറ്റി നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ റിസോർട്ടിന് വേണ്ടി. അപ്പോൾ അതുവഴി ക്രോസ് ചെയ്തൊക്കെ അപ്പുറം ഒത്തിരി ലക്ഷറീസ് ആയിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇപ്പോൾ മോണോ ട്രെയിനാണുള്ളത്. അതിനകത്ത് പ്രൈസ് കൂടുതലാണ്. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് 5 ദിറം 7 ആവുള്ളൂ. അത് ചിലപ്പം 10-20 ദിറമൊക്കെ ആവും കേട്ടോ. ലക്ഷറി ട്രെയിനാണത്. അത് എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ് ഏതോ ആണ് കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. ഇവിടെ നിന്നാണ് അത് വരുന്നത്. ഇത് കണക്ട് ചെയ്ത് തന്നെ അത് അങ്ങനെ പോകുന്നതാണ്. ഓരോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കായൽ പോലുള്ള സ്ഥലങ്ങളില്ല, അതിൻ്റെ അപ്പുറം സൈഡ് ക്രോസ് ചെയ്ത് പോകാനും ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടിലോട്ടൊക്കെ പോകുന്ന ട്രെയിനാണ് കേട്ടോ അത്. ഇവിടെ നേരെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ സാധാ ട്രെയിന് പോകുന്നത് കാണാം. ഒരു ട്രാം വരുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റും. കണ്ടോ, എനിക്ക് സിഗ്നലായി, ഞാൻ പോവുകയാണ്. ക്രോസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും റെഡാവും. അതാണ് വണ്ടികളൊക്കെ ബ്ലോക്കായിരിക്കുകയാണ്. അപ്പം നിർത്തിയിട്ട്